വെൽക്കം ടു ഡേ ഡയറീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലൊക്കെ കറിവേപ്പ് നടുക എന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇവിടെ കറിവേപ്പ് നട്ടിരിക്കുന്നത് ഒരു വലിയൊരു ബക്കറ്റിലാണ്. കറിവേപ്പ് ചട്ടിയിൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് പോകാനുള്ള ഹോൾസ് നിർബന്ധമായിട്ടും ചട്ടിയിലോ ബക്കറ്റിലോ ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ മണ്ണിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചട്ടിയിൽ അല്ലെങ്കിൽ ഈ ബക്കറ്റിൽ നിറച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കറിവേപ്പ് നട്ടിരിക്കുന്നത്. കറിവേപ്പ് നട്ട് കുറച്ച് ദിവസം അതിന് ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊരു ഇളം വെയിലിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ആ അന്തരീക്ഷവുമായിട്ട് കറിവേപ്പ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ കറിവേപ്പിനെ പുറത്ത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് എപ്പോഴും മാറ്റി വെക്കണം. നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമാണ് കറിവേപ്പ് കുരുടിപ്പൊന്നും ഇല്ലാത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഇലകൾ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം വേണം. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചട്ടിയിൽ നടുന്ന വേപ്പിന് നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്യരുത് ഒരിക്കലും. നന്നായി വെള്ളം ഒഴിച്ച് മണ്ണൊക്കെ ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത വെള്ളം ഒഴിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചട്ടിയിലും ബക്കറ്റിലൊക്കെ വെക്കുന്ന ഗ്രോബകളിലൊക്കെ വെക്കുന്ന വേപ്പ് പെട്ടെന്ന് വേര് ചെയ്യാനായിട്ട് ഇടവരുത്തും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം വെള്ളം ഒഴിക്കുക. അടുക്കള വേസ്റ്റിൽ നിന്നാണ് കൂടുതലായിട്ടും വേപ്പിന് വേണ്ട വളങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കുന്നത്. മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ വേപ്പിന് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെളുത്തുള്ളി, ഉള്ളി, സവോള, പഴം ഇതിൻ്റെയൊക്കെ തൊലികളും വേപ്പിനിട്ട് കൊടുത്ത് അത് കുറച്ചൊക്കെ നായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് ഇളക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ചില സമയങ്ങളിൽ നമ്മുടെ വേപ്പ് ഒരു ഉഷാറില്ലാണ്ട് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് കാണാം. കുറച്ച് നാളുകളായിട്ട് ഒരേ സ്റ്റേജിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, വിചാരിച്ചത്ര വളർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനായി നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ചെറുനാരങ്ങ, ഞാനിവിടെ ഒരു ഫുൾ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അത് പിഴിഞ്ഞ് കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വേപ്പിൻ്റെ കടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാറ്. ഇത് നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ കൂട്ടുകയും അതിനോടൊപ്പം നല്ലോണം വേപ്പിൽ ഉണ്ടാവാനായിട്ടും നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും സഹായിക്കും. ഇത് ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഈ സെയിം ട്രിക്ക് നിങ്ങളും വീട്ടിൽ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ വേപ്പിനും ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. എന്റെ റിസൾട്ട് ഞാനിവിടെ കാണിക്കാം. ഇതെന്റെ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു വേപ്പിന്റെ തൈയായിരുന്നു. പക്ഷെ ഇത് 2 മാസം ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴത്തേന് ഇത് ഫുൾ ഉണങ്ങിപ്പോയിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമായി. എങ്കിൽ പോലും ഇതിന്റെ തലഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കൂട്ട് കഞ്ഞിവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇതൊരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. അതിനുശേഷമാണ് പുതിയൊരു കൂമ്പ് വന്നു. നിറയെ ഇലകളൊക്കെ അതേ താഴ്ത്തുനിന്ന് പിടിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് പിടിച്ചു വന്നിരിക്കുന്നു വീണ്ടും. സോ ഈ ടിപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് വളരെ ഉപകാരമായിരുന്നു. നിങ്ങളും ഇതുപോലെ തന്നെ സ്ഥലമില്ല എന്ന് വിചാരിച്ച് വേപ്പൊന്നും നടാണ്ടിരിക്കണ്ട. ഇതുപോലെ തന്നെ ചട്ടിയിൽ നട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെ വീട്ടിൽ നിറയെ വേപ്പുണ്ടാവട്ടെ. ഇനി പുതിയൊരു ടിപ്പായിട്ട് ഞാൻ പിന്നീട്